പരിശുദ്ധമായ ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നാം. ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്കായി ഒരുക്കിയ രക്ഷയുടെ നാൾവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആദിയിൽ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് അവന് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി തന്റെ കൂടെ നിർത്തിയ ദൈവത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം. നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ആ ഫലം മാത്രം ഭക്ഷിക്കരുത് എന്ന സൃഷ്ടാവിന്റെ വാക്ക് ലംഘിച്ചതിന്റെ ഫലമായി മനുഷ്യപതനം ആരംഭിക്കുന്നു. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഒരു എളിയ ദാസിയുടെ മുന്നിൽ ദൈവ മനുഷ്യനായി അവതരിക്കുന്നു. നഷ്ടപ്പെട്ട ദൈവിക ഛായയും സാദൃശ്യവും തിരിച്ചു നൽകാൻ അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അഹങ്കാരത്തിന് പകരം എളിമയുള്ള ദാസനായി ശിഷ്യരുടെ പാദങ്ങൾ കഴുകി. അവസാന അത്താഴമേശയിൽ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി, ഇതെന്റെ ശരീരമാണെന്നും കാസ ഉയർത്തി, ഇതെന്റെ രക്തമാണെന്നും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. പാപം എന്തെന്നറിയാത്തവൻ ഗത്സമനിയിൽ വെച്ച് ഈ മാനവകുലത്തിന്റെ പാപഭാരമെല്ലാം സ്വയം ഏറ്റെടുക്കുന്ന പാനപാത്രം കുടിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവിനോട് സമ്മതം മൂളുന്നു. ഈ പരിശുദ്ധമായ ദുഃഖവെള്ളിയാഴ്ചയിൽ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി ആ ജീവന്റെ വൃക്ഷം നമുക്ക് മുന്നിൽ ഒരു മരക്കുരിശിൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട ആ ജീവന്റെ ഫലം നിൽക്കുന്നു. നമ്മുടെ കണ്ണുകൾ ആ ക്രൂശിതനേക്ക് ഉയരട്ടെ. ഹൃദയം കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. ഈ ക്രൂശിത രൂപത്തെ ധ്യാനിക്കുമ്പോൾ ഈശോ എന്നോടും നിന്നോടും ചോദിക്കുന്നു, മകനെ, മകളെ, നീ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്? എന്തേ നിന്റെ സ്നേഹം പലപ്പോഴും നിലച്ചു പോകുന്നത്? ഞാൻ വഴിയാണ്, എന്തുകൊണ്ട് എന്നെ പിന്തുടരാത്തത്? ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും നിങ്ങൾക്ക് നൽകി, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കാത്തത്? നമുക്ക് നമ്മുടെ അനുദിന കുരിശുകളെടുത്ത് അവനെ പിൻചെല്ലാം. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവയിൽ നിന്ന് നമുക്ക് ആവശ്യമായതെല്ലാം അവിടെ നിന്ന് നൽകും എന്ന പ്രത്യാശയിൽ എന്നും ക്രൂശിതന്റെ തണലിൽ ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.